ഒരു സിമ്പിൾ പൊതിച്ചോറ്. സിമ്പിളായിട്ട് നമുക്കൊരു പൊതിച്ചോറ് ഉണ്ടാക്കി കഴിക്കാം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ത്രിതടം. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുഞ്ഞി പൊതിച്ചോറാണ്. സിമ്പിൾ ആയിട്ടുള്ള പൊതിച്ചോറ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? മലയാളികളുടെ വികാരം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞങ്ങൾ പൊതിച്ചോറിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചോറ് ഓൾറെഡി സെറ്റ് ആക്കിയിട്ടുണ്ട്. ബാക്കി സംഭവങ്ങൾ അഞ്ചു എന്താ എടുക്കുന്നത്? ഞങ്ങൾ പയറും കായും കൂടി ഒരു തോരൻ ഉണ്ടാക്കുന്നുണ്ട്. ഒരു ചെറിയ ചമ്മന്തി ഉണ്ട്. മീൻ കിട്ടിയില്ല അല്ലേ ഗ്രീഷ്മ? പിന്നെ അച്ചാറുണ്ടാക്കാൻ വെച്ചു. ഒരു മാങ്ങ ഉണ്ട്, പിന്നെ അച്ചാറ്, പിന്നെ ചിക്കൻ ഞങ്ങൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതൊരു ചെറിയ ഫ്രൈ ആക്കാം. പിന്നെ ചമ്മന്തി. അതെങ്ങനെ ചമ്മന്തി? നമ്മൾ ചെമ്മീനും മറ്റേ ചുട്ടരച്ച ചമ്മന്തി എന്ന് പറയുന്നത്, മറ്റേ തേങ്ങാക്കൊക്കെ ചുട്ട്. പിന്നെ മുട്ട പൊരിക്കണ്ടേ, ഓംലെറ്റ്. അതൊക്കെ ഒരു കുഞ്ഞൊരു പൊതിച്ചോറാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞങ്ങൾ എന്തായാലും ഓരോന്നായിട്ട് ചെയ്തിട്ടുണ്ട്. 5 പൊതിച്ചോറ് എന്തെങ്കിലും നൊസ്റ്റു മെമ്മറീസ് ഉണ്ടോ? അത് നമ്മൾ ടൂറൊക്കെ പോലെ കുഞ്ഞിതില് ടൂറൊക്കെ പോണ സമയത്ത് മമ്മി ഇങ്ങനെ പൊതിച്ചോറുണ്ടാക്കി തന്നയച്ചിട്ടുണ്ട്. ആ ഒരു ഓർമ്മയുണ്ട്. അപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് എല്ലാ പിള്ളേരും കൂടി എല്ലാവരും അതെ പൊതിച്ചോറായിരിക്കും കൂടുതലും കൊണ്ടുവരാ. ഓൾമോസ്റ്റ് എല്ലാ പിള്ളേരും അപ്പൊ ചോറ് കഴിക്കുമ്പോൾ അതൊരു ഫീലാട്ടാ. ഒരു വാഴയുടെ മണം അങ്ങനെയൊക്കെ. പിന്നെ ഈ സ്റ്റോറിൽ നിന്ന് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് പൊതിച്ചോറ് കഴിക്കാറുണ്ട്. ആ ഒരു വീട്ടിലാണ് പൊതിച്ചോറ് എന്ന് പറഞ്ഞിട്ടൊരു ഡേ അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇങ്ങനെ വീട്ടിലായിട്ട് ഞങ്ങൾ പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ടില്ല. അതേപോലെ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ വീട്ടിൽ ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന സമയത്ത് ഹോട്ടലിൽ നിന്നൊക്കെ ഇതേപോലെ കുറേ വാങ്ങിച്ചിട്ടുണ്ട്. അവരമ്മ മാത്രം എനിക്ക് പൊതിച്ചോറിനോട് നമ്മളങ്ങനെ വീട്ടിലങ്ങനെ പൊതിച്ചോറെന്ന് പറഞ്ഞൊരു ഡേ ഉണ്ടാക്കാറില്ലല്ലോ. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മളിങ്ങനെ പൊതിഞ്ഞ് കൊണ്ടുപോകാം. പൊതിച്ചോറ് ഡേയാ. അല്ല മീൻസ് നമ്മുടെ പൊതിച്ചോറിന് വേണ്ടിയിട്ട് അങ്ങനെ പൊതിച്ചോറ് അങ്ങനെ ഉണ്ടാക്കില്ല. നമ്മള് യാത്രകളൊക്കെ പോണ സമയത്ത് ആ സമയത്തൊക്കെ ഇതേപോലെ നമ്മള് അതെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കുക. അതന്നെ. അല്ലാതെ നമ്മള് ചോറ് ഉണ്ടാക്കി നമ്മൾ വീട്ടിൽ കഴിക്കുക അങ്ങനത്തെ ഒരു ശീലമല്ലല്ലോ. ഞാൻ കൂടുതൽ ഹോട്ടലിൽ വാങ്ങിച്ചിട്ടാണ്. അതെ അതെ അതെ. ഇവിടെ അഞ്ചു അവിടെ കുത്തിയിരുന്നു. നല്ല ചൂടവിടെ. ഞങ്ങള് ഭയങ്കര സാധനങ്ങളാ. കിണ്ടിയെടുക്കുന്നു. അല്ല അതിന്റെ ആ ഭാഷയുടെ പറഞ്ഞൊരു മനസ്സിലായില്ലേ? സോട്ട് ചെയ്യാ. അതന്നെ ഒരിക്കലും കിണ്ടിയില്ല. ഇതാണ് പയറ് തോരൻ. പയറും കായും കൂടി തോരൻ ഉണ്ടാക്കാൻ പോകും. നുള്ളിപ്പിണ്ടിട്ടടി തള്ളി മാങ്ങ ചെറുതാണ്ടാവും ചേട്ടാ.
ആകെ 2 കുഞ്ഞുമാങ്ങ വാങ്ങിച്ചിട്ടുള്ളൂ. ഡാലി ആ പ്ലേറ്റിൽ മാങ്ങയുടെ ഇത് കുറേ ഉണ്ടോന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ, പട്ടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഡാലി? ഒരു പാറെടുത്ത് എറിയോ? പണിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡാലി ഇവിടെ കാര്യമായ പണിയിലാണ്. എന്തിനോ വേണ്ടി അരിയുന്ന സവാള. ചുമ്മാ വെറുതെ അല്ലോ ഇത് തേങ്ങ വിളിച്ചോ, തേങ്ങ കൊത്തിരി സമ്മതിക്കുള്ളൂ. ചെറുക്കിട്ട് എണ്ണ മേടിച്ച പറ്റത്തില്ല, നിന്നെ കൊണ്ടാലല്ലേ പണിയെടുപ്പിക്കാൻ പറ്റുള്ളൂ. കുറച്ചേരെ വെയിലത്തിട്ടിട്ടുണ്ടെങ്കിൽ അത് കൊപ്പര ഇവിടെ അത്ര ചൂടാണ്. അയ്യോ ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഡിഗ്രി ഉണ്ട്. ഒരു 50 ഒക്കെ ഉണ്ടാവും. അതായത് ഈ അടുക്കളയിൽ 50 മേലെ ഉണ്ട്. 50 മേലെ ഉണ്ടല്ലേ? ഓ നിക്കാൻ പറ്റില്ല അടുക്കളയില്, അത്ര ചൂടാ. നിങ്ങളൊക്കെ വരും എന്ത് കിട്ടിയാലും തിന്നാം. മാങ്ങ ഫുള്ള് ഞാൻ വേണ്ട തിന്നാൻ വേണ്ടിയാ ജീവിക്കണ്ടല്ലോ. ജീവിക്കാൻ വേണ്ടി തിന്നാ അല്ല, തിന്നാൻ ജീവിക്കാൻ വേണ്ടി. ഏതെങ്കിലും ഒന്ന് ഉറച്ചിക്കോ. മറ്റേ ചെളി. അതെ മറ്റേ ചെളി. ഫാസ്റ്റായിട്ട് തന്നെയാണ് ഓ ഇത് വെച്ചൊന്നും ഉണ്ടാക്കാം. ചിരട്ട പുട്ടുണ്ടാക്കാം. ഫുഡുണ്ടാക്കാം. നമുക്ക് ഇവിടെ നിന്ന് ഒരു ഓട്ട തുറക്കാം. ഉള്ളി ഓട്ട തുറക്കേണ്ടത് ഓട്ട ചെയ്യുന്ന ചിരട്ട പുട്ട്. അതെ എനിക്ക് തരും. തേങ്ങ പുതിയ ഇതിന് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല പച്ച വെളിച്ചെണ്ണ ഓക്കെ ഉണ്ടാക്കി കുഴപ്പമില്ല. നമ്മളിവിടെ ചമ്മന്തിക്കുള്ള സാധനം ഇതൊന്നുമില്ല. ചമ്മന്തിക്കുള്ള സാധനം അങ്ങനെ കൊത്തി നിർത്തി വെച്ചിട്ടുണ്ട്. ഉള്ളി വെളുത്തുള്ളി വേണ്ടല്ലോ ചമ്മന്തിക്ക്. എനിക്ക് എന്തെങ്കിലും പണി തരാൻ പറഞ്ഞപ്പോ എനിക്ക് തിന്നാനുള്ള പണിയാണ്. വേണം മുത്തേ, മുത്തേ ഈ ഉള്ളി കൂടി, മുത്തേ ഈ ഉള്ളി കൂടി ഓക്കെ. അതെ വെളുത്തുള്ളി ഉണ്ട് അതില് ഇല്ലല്ലോ? വെളുത്തുള്ളിയൊക്കെ ഉണ്ടാവും, അവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. നിനക്ക് വേണം എന്താ ചെയ്യാ? എന്താ സവാള ഓംലേറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള സവാള ഇടുന്നു. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇടണം, കറിവേപ്പില ഇട്ടിട്ടൊന്ന് റെഡിയാക്കി ഇത് മറ്റേ നാട്ടിൽ നിന്ന് വാങ്ങിയിട്ട് തന്നെ മഞ്ഞപ്പൊടി കുറുക്കുമീൻ.
നല്ല സെറ്റായില്ലേ? സെറ്റായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചാലും അടിപൊളി. ഇങ്ങനെ ചോറ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക feel ആണ്. നല്ല എന്തോ ഒരു സുഖം ഇങ്ങനെ കഴിക്കുമ്പോൾ. നമ്മള് ഫ്രണ്ട്സ് ഒക്കെ കൂടിയിട്ട് കഴിക്കുമ്പോൾ അതിലേറെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഞങ്ങൾ നല്ല ടേസ്റ്റി ഫുഡാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ധാരാളം കുറേ കഴിച്ചു. ഫുഡ് കഴിച്ച് നല്ല ഉറക്കം വരുന്നുണ്ട്. നല്ല കാരണം അവിടെ നല്ല ചൂടാണ്. കിച്ചണിൽ നിൽക്കാനേ പറ്റുള്ള പണിയെടുക്കാൻ. നമുക്ക് രാവിലെ ഒന്നും നിൽക്കാൻ പറ്റില്ല. വെള്ളമാണെങ്കിൽ നല്ല തളിച്ച വെള്ളം പൈപ്പിൽ കൂടെ വരും. ഒക്കെ നല്ല ചൂടായിരുന്നു. എത്രയുണ്ട്? 56, 57. അതെ, അങ്ങനെ. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കമന്റ് ഒക്കെ ഇട്ടോളൂ കേട്ടോ. അപ്പോഴല്ലേ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒരു അഭിപ്രായം കിട്ടിയാൽ അത് അതെ, ഇവരുടെ ഓരോ കമൻറ്റും വിലപ്പെട്ടതാണ്. അതെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം.